بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. صدق الله المولانا العلي العظيم. قال نبينا وحبيبنا محمد صلى الله عليه وسلم: من أرضى والديه فقد أرضى خالقه ومن أسخط والديه فقد أسخط خالقه. صدق رسوله النبي المصطفى الأمين صلى الله عليه وسلم وعلى آله وصحبه وأزواجه وذرياته أفضل الصلوات وأزكى التسليم. ولا أنثى تقوم مقام أمي فهل للأم في الدنيا مثيل لذلك فهي أكثرنا حقوقا بالرحمن أنزل جبرائيل. സർവാദരവുകളും നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഓൺലൈനിലൂടെ നടത്തപ്പെടുന്ന ദീനി ദഅവ പ്രബോധന രംഗത്തെ ഒന്നും കൂടി ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ മഹാനായ സയ്യിദ് ഹബീബുർ റഹ്മാൻ തങ്ങളെ മുക്കുവെ മഹാനവരുടെ ഈ പ്രയത്നം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിജയിപ്പിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഏവർക്കും സന്തോഷവും റാഹത്തും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനവായ സയ്യിദ് അവറുകളുടെ നിർദ്ദേശപ്രകാരം ഒരു ചെറിയ ക്ലാസ് എടുത്തു തരണമെന്ന് വളരെ സവിനയം സയ്യിദ് അവറുകൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് സയ്യിദ് അവറുകൾ പറയുമ്പോൾ നിരസിക്കൽ ഉചിതമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് മാതാപിതാക്കൾ സ്വർഗത്തിൻ്റെ കവാടം എന്ന് പറയുന്ന വലിയ വിശാലമായ ഒരു വിഷയത്തിൻ്റെ കാതലായ രത്നചുരുക്കങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലത് പറയുവാനും അതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ മസ്ജിദുൻ നബവിയുടെ മണവാളൻ, ലോകത്തിൻ്റെ നേതാവ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തേക്ക് ഒരു പ്രിയപ്പെട്ട സ്വഹാബി ഒരു ദിവസം കടന്നു വരികയാണ്. മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മദീന എന്ന് പറഞ്ഞാൽ അവിടെ പല നിലക്കുള്ള ചർച്ചകൾ നടക്കും. ഓരോ നമസ്കാരവും കഴിഞ്ഞ നമസ്കാരത്തിൻ്റെ പിന്നാമ്പുറത്ത് ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിന് വിജ്ഞാനത്തിൻ്റെ മണിമുത്തുകൾ വാരിക്കോരിയെരിയുന്ന മദീന മണൽപ്പിറപ്പിൽ
ലോകത്തിൻ്റെ നേതാവ് അവിടുത്തെ സ്വഹാബത്തിനെ നാൽക്കാലികളെക്കാളും അധപ്പതിച്ചു പോയ കാട്ടറബികളെ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 6-ാം നൂറ്റാണ്ടിലെ ഡാർക്ക് ഏജ് എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന മൃഗത്തെപ്പോലും തോൽപ്പിക്കുന്ന രീതിയിൽ ജീവിച്ചിരുന്ന, പരസ്പരം അയൽവക്ക ബന്ധമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, റാഹത്തിൻ്റെ ഒരു അന്തരീക്ഷം പോലുമില്ലാതെ, ഉമ്മയാരാണെന്നും പെങ്ങളാരാണെന്നും ഭാര്യയാരാണെന്ന് പോലും തിരിച്ചറിയാനുള്ള വിവേകതയില്ലാതെ നടുറോട്ടിൽ സ്വന്തം പ്രിയപ്പെട്ടവരെ ബലാത്സംഗം ചെയ്തിരുന്ന കാലഘട്ടത്തിൽ പിറന്നു വീഴുന്ന പെൺകുഞ്ഞിന് പൊട്ടിക്കരയാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട, ജനിച്ചു വീഴുന്ന പെൺകുഞ്ഞിൻ്റെ കയ്യിലും കാലിലും പിടിച്ച് ചുട്ടുപൊള്ളുന്ന അറേബ്യൻ മണലാരണ്യത്തിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയി മരുഭൂമിയുടെ ഓരോരത്ത് കുഴി കൊത്തിയിട്ട് ആ കുഴിക്കകത്ത് ഇറക്കിവിട്ട് സ്വന്തം പിതാവാണ് ഈ ക്രൂരത ചെയ്യുന്നതെന്നറിയാതെ പൊട്ടിക്കരയുന്ന പെൺകുഞ്ഞിൻ്റെ തൊള്ളക്കകത്ത് മണൽ വാരിയിട്ടിരുന്ന കാലഘട്ടത്താണ് പ്രവാചകൻ കടന്നു വരുന്നത്. കാട്ടുമൃഗങ്ങളെക്കാളും തോൽപ്പിക്കുന്ന രീതിയിൽ അധപ്പതനത്തിൻ്റെ പടുംകുഴിയിലേക്ക് ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്ന ആ രംഗം അവർക്ക് ദിശാബോധം എന്താണെന്നും ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംസ്കാരം എന്താണെന്നും പഠിപ്പിച്ചു കൊടുത്ത സംസ്കാരത്തിൻ്റെ കാൽച്ചുവടുകൾ വെച്ചു കൊടുക്കുകയാണ്. ആ സംസ്കാരത്തിൻ്റെ കാൽച്ചുവട് ഏറ്റുവാങ്ങിയ ഒരു സ്വഹാബിയാണ് ലോകത്തിൻ്റെ നേതാവിൻ്റെ അടുത്ത് വന്നൊരു ചോദ്യം ചോദിക്കുന്നത്. ആ സ്വഹാബി പറയുന്നു, യാ റസൂലല്ലാഹ്, ഹബീബായ പ്രവാചകരെ, അറഅയ്ത അന്നീ ഷഹിദ്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. യാ നബി റസൂലുള്ളാഹ്, മുത്തുനബിയെ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ യഥാർത്ഥ ഒരു സത്യവിശ്വാസിയാണ്. ഞാൻ ഷഹാദത്ത് കലിമ മൊഴിഞ്ഞവനാണ്. മനസാ വാചാ കർമ്മണ ഇസ്ലാം ദീൻ സ്വീകരിച്ചവനാണ്. വസ്വല്ലൈതു സ്വലവാത്തുൽ ഖംസ്, മാത്രമല്ല നബിയെ, മുറ പോലെ 5 നേരം നിസ്കാരം ഞാൻ നിർവഹിക്കുന്നവനാണ്. ഖളാ ഇല്ലാതെ ഓരോരോ വക്തും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പള്ളിയിൽ വന്ന് ഞാൻ മുത്തു ഹബീബെ തങ്ങളുടെ കൂടെ ഞാൻ 5 നേരം നിസ്കാരം നിർവഹിക്കുന്നവനാണ്. വസംതു റമളാൻ, മാത്രമല്ല നബിയെ, റമളാൻ മാസത്തിൽ ഞാൻ നോമ്പെടുക്കുന്നവനാണ്. മാത്രമല്ല വഖുംനാ ലയാലി, നബിയെ, വഖുംതു ലയാലി, രാത്രികളിൽ ഞാൻ പാതിരാത്രിയുടെ യാമങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി തഹജ്ജുദിൽ ഏർപ്പെടുന്നവനാണ്. വഅദ്ദൈതു സക്കാ, സക്കാത്ത് കൊടുത്ത് വീട്ടുന്നവനാണ് നബിയെ. ഇത്രയെല്ലാം ചോദ്യങ്ങൾ ചോദിച്ച ആ പ്രിയപ്പെട്ട സ്വഹാബി ലോകത്തിൻ്റെ നേതാവിനോട് പറയാണ്, മുസ്ലിമാണെന്ന് അവകാശപ്പെടാനുള്ള, യഥാർത്ഥ സത്യവിശ്വാസിയാണെന്ന് പറയാനുള്ള, യഥാർത്ഥമായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് 5 നേരം നിസ്കരിച്ച് വിശുദ്ധ റമളാനിൻ്റെ നോമ്പെടുത്ത് പാതിരാത്രിയുടെ യാമങ്ങളിൽ പടച്ചവന് വേണ്ടി പൊട്ടിക്കരയുന്ന സ്വഹാബി മുത്തുനബിയോട് ചോദിക്കുന്ന ചോദ്യം, മുത്തുനബിയെ, ഇത്രയും അമലുകൾ ചെയ്ത, 5 നേരം നിസ്കരിച്ചു, ഖുർആനോദി, ഇബാദത്തുകൾ മുഴുവനും നിർവഹിച്ചു, സക്കാത്തതിൻ്റെ മുറ പോലെ കൊടുത്തു വീട്ടി, ഇസ്ലാമിൻ്റെ പഞ്ചഘടകങ്ങളെ ശരിക്കും നിർവഹിക്കുന്ന ഞാൻ ഫമിമ്മൻ അന യാ റസൂലല്ലാഹ്, നബിയെ, ഞാൻ ആരിൽപ്പെട്ടവനാണ്? ആ സ്വഹാബിയുടെ വല്ലാത്ത ഒരു ചോദ്യം. നബിയെ, ഇങ്ങനെയെല്ലാം നിർവഹിച്ച ഞാൻ ആരെ കൂടെയാണ് നബിയെ? ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മറുപടി, മൻ മാത അലാ ഹാദാ കാന മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ യൗമൽ ഖിയാമ. ഹബീബായ പ്രവാചകൻ ആ സ്വഹാബിയോട് പറയുന്ന മറുപടി, ഈ പറയപ്പെട്ട രീതിയിലെങ്ങാലും ഈ ഭൗതിക ലോകത്തിൽ നിന്ന് നീ വിട പറഞ്ഞു പോയാൽ നീ പ്രവാചകന്മാരോടൊപ്പമാണ് സ്വർഗത്തിൽ. മാത്രമല്ല സുദ്ദീഖീങ്ങളോട് കൂടെയാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ദീനിന് വേണ്ടി രക്തസാക്ഷി, അള്ളാഹുവിൻ്റെ ഭൗതിക ലോകത്ത് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ ഹബീബായ പ്രവാചകനോടൊപ്പം ദീനിന് വേണ്ടി പോരാടിയ, അടരാടിയ പ്രിയപ്പെട്ട സ്വഹാബത്തുൽ കിറാമാകുന്ന ശുഹദാക്കളോടൊപ്പമാണ്. ആ സമയത്താണ്. എന്നിട്ടോ ഹബീബായ പ്രവാചകൻ തൻ്റെ 2 വിരലുകളെയും ചേർത്തുകൊണ്ട് പറഞ്ഞു, ഹക്കദാ, ഇപ്രകാരം. 2 വിരലുകളെ ചേർത്തുകൊണ്ട് പറഞ്ഞു ഇപ്രകാരം,
ഹബീബായ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അടുത്ത മറുപടിയായി പറയുന്നത് മാലം യഉക്ക വാലിദീ. ഇത്രയെല്ലാം കാര്യങ്ങൾ ചെയ്ത നീ പ്രവാചകന്മാരോടൊപ്പമാണ്, നീ സിദ്ദീഖീങ്ങളോടൊപ്പമാണ്, ശുഹദാക്കളോടൊപ്പമാണ്, സ്വാലിഹീങ്ങളോടൊപ്പമാണ്. പക്ഷേ മാലം യഉക്ക വാലിദൈ, നിന്റെ മാതാപിതാക്കളുടെ മനസ്സ് നീ വേദനിപ്പിച്ചിട്ടുണ്ടോ? നിന്റെ മാതാപിതാക്കളുടെ മനസ്സ് നീ സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ? അവരുടെ മനോമുഖരത്ത് നിന്നോടൊരു അതൃപ്തിയുണ്ടോ? എന്നാൽ നിന്റെ ഇബാദത്തും നിന്റെ സുഹൃതങ്ങളും നിന്റെ സൽക്കർമ്മങ്ങളും നിന്റെ ഒരു ആരാധനയും അള്ളാഹ്ക്ക് വേണ്ട, നീ പോകുന്നത് നരകത്തിലേക്കാണെന്ന് ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏതൊരു ഇബാദത്ത് ചെയ്തിട്ടും എത്ര വലിയ ആരാധകനായിട്ട് പോലും അമ്പിയാക്കളോട്, ശുഹദാക്കളോട്, സിദ്ദീഖീങ്ങളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം സ്വർഗത്തിൽ കിടക്കേണ്ടത് നിന്റെ മാതാപിതാക്കളെ വെറുപ്പിച്ചവനാണോ, അവരുടെ മനസ്സ് വേദനിപ്പിച്ചവനാണോ, എന്നാൽ നിനക്ക് സ്വർഗമില്ല എന്ന്, നിനക്ക് ഒരിക്കലും ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് നമ്മുടെ മാതാപിതാക്കൾ? അവരെക്കുറിച്ച് ചെറിയ ഒരു വിചിന്തനം നമുക്ക് നടത്താം. ആരാ നമ്മുടെ മാതാപിതാക്കളാരാ? അള്ളാഹു ആദരിച്ചവരാണ്, അള്ളാഹു ബഹുമാനിച്ചവരാണ്, അള്ളാഹു സ്നേഹിച്ചവരാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ പടച്ചവനോട് സമാനാന്തരപ്പെടുത്തി പറയപ്പെട്ട ഒരു വിഭാഗം ലോകത്തുണ്ടെങ്കിൽ അത് മാതാപിതാക്കൾ മാത്രമാണ്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആലോചിക്കണം നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച്. എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വിഷയം ഞാൻ പറയുന്നത്? ഇന്നത്തെ മാതാപിതാക്കൾ ഭൗതികം വളരെ വികസനത്തിലാണ്. ഭൗതിക ലോകം ഇൻ്റർനെറ്റിൻ്റെയും ടെക്നോളജികളുടെയും ഏറ്റവും വലിയ പിന്നാമ്പുറത്ത് ഓടുന്ന ലോകത്ത് പരസ്പരം ബന്ധങ്ങളെ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എത്ര വലിയ ലോകമെന്ന് പറഞ്ഞാൽ ഭൗതിക ലോകം വികസനത്തേക്കെത്തി. ചന്ദ്രൻ്റെ അകത്ത് കടന്നു പോകാൻ കഴിവുള്ള ലോകം. ഭാനലോകത്ത് പന്ത് പോലെ പന്താളിച്ച് കളിക്കുന്നവർ ചന്ദ്രൻ്റെ അരികിൽ കടന്നു പോകാൻ കഴിവുള്ള മനുഷ്യ സമൂഹം. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ 6 ഭാഗങ്ങളെ 6 ശരീരങ്ങൾക്ക് വെച്ച് പിടിപ്പിക്കാൻ കഴിവുള്ള ലോകം. അങ്ങനെയുള്ള ലോകത്ത് മാതാപിതാക്കൾക്കുള്ള ബന്ധങ്ങളെ തകർത്തെറിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. അവസാനം ഭൗതിക ലോകത്തിൻ്റെ പിന്നാമ്പുറത്തോടുന്ന സഹോദരങ്ങൾ അവസാനമായി ഓടുന്നത് അവരുടെ ഭൗതിക ലോകത്തിൻ്റെ പിന്നാമ്പുറത്തോടി മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വൃദ്ധസദനത്തിൻ്റെ ഏറ്റവും വലിയ കവാടം തുറന്നു കൊടുക്കുന്ന ലോകത്ത് പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുകയാണ്. ആരാണെന്നറിയോ? നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ. അനിഷ്കുർലി വലിവാലിദൈ, എനിക്ക് നന്ദി ചെയ്താൽ പോരാ. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അനിഷ്കുർലി, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണം, എന്നെ നിങ്ങൾ സദാസമയം ഓർക്കണം, എനിക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, എനിക്ക് നിങ്ങൾ നന്മകൾ ചെയ്യണം. പോരാ, എന്നെ മാത്രം നന്ദിയോടുകൂടെ സ്മരിച്ചാലും ഓർത്താലും പോരാ. അള്ളാഹുവിനോട് സമാനാന്തരപ്പെടുത്തി രണ്ടാമതായി പറയുന്നത് വലി വാലിദൈ, നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യണം, നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യണം. മറ്റൊരായത്തിലൂടെ കാണാം, വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈ ഇഹ്സാന. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പനയല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പറച്ചിലല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വാക്കുകളല്ല, മറിച്ച് മനുഷ്യർ തമ്മിൽ വസിയ്യത്ത് ചെയ്യും പോലെ. വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ അക്കാര്യം നടപ്പിലാക്കൽ നിർബന്ധമാണ്. അങ്ങനെയുള്ള വസിയ്യത്ത് ചെയ്യുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ ഖുർആനിൽ ഒരു വിഭാഗത്തെക്കുറിച്ച് വസിയ്യത്ത് ചെയ്യുകയാണ്. ആരാണെന്നറിയോ ആ വിഭാഗം? അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുകയാണ്, വവസ്സൈനൽ ഇൻസാന ബിവാലിദിഹി ഇഹ്സാനാ. അല്ലാഹു തആല വസിയ്യത്ത് ചെയ്തുകൊണ്ട് പറയുകയാണ്, നിന്റെ മാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്യണേ, നിന്റെ മാതാപിതാക്കളെ നീ അനുസരിക്കണേ, അവർക്ക് നീ ഗുണം ചെയ്യണേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വസിയ്യത്തിൻ്റെ ഭാഷയിൽ പറയുകയാണ്. എന്തിനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വസിയ്യത്തിൻ്റെ ഭാഷയിൽ മാനവ സമൂഹത്തോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംബോധനം ചെയ്യാനുള്ള കാരണമെന്താ? ഒരുപാട് കാരണങ്ങളുണ്ട്.
അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പറയുകയാണ്, നിന്റെ മാതാപിതാക്കൾ ആരാണെന്നറിയോ? 2 കാരണം കൊണ്ടാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുന്നത്, നിന്റെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം, നിന്റെ മാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്യണം, നിന്റെ മാതാപിതാക്കളെ അനുസരിക്കണം, തളർന്നു കിടക്കുമ്പോൾ അവരെ കൈവടിയാൻ പാടില്ല, അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറയാനുള്ള കാരണമെന്തേ? അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ഒന്നാമതായി അതിൻ്റെ കാരണം പറയുകയാണ്, ഹമലത്തു ഉമ്മുഹു കുർഹാ, നിന്റെ പ്രിയപ്പെട്ട മാതാവ് നിന്നെ ഗർഭം ചുമന്നത് ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് വിഷമങ്ങളും ഒരുപാട് വേദനകളും ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് പ്രയാസങ്ങളും സഹിച്ചിട്ടാണ് നിന്റെ മാതാവ് നിന്നെ ഗർഭം ചുമന്നത്. ആ ഗർഭം ചുമന്ന് നിന്നെ പ്രസവിക്കുന്നത് വരെ നിനക്ക് വേണ്ടി ഓടിയ നിന്റെ പ്രിയപ്പെട്ട വാപ്പ, നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട നിന്റെ പ്രിയപ്പെട്ട വാപ്പ, നിന്നെ നീയാക്കി വളർത്താൻ വേണ്ടി പരിശ്രമിച്ച നിന്റെ പ്രിയപ്പെട്ട വാപ്പ, ആ ഗർഭം ചുമന്നത് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും സഹിച്ചുകൊണ്ടായതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇന്നത്തെ ശാസ്ത്രലോകം പറയുകയാണ്, മോനെ നീ ആരായിരുന്നു? അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, പണം വരുമ്പോൾ, പവർ വരുമ്പോൾ, അധികാരം വരുമ്പോൾ, ഭൗതിക ലോകത്തിൻ്റെ സുഖാനുഭൂതികൾ അനുഭവിക്കുമ്പോൾ, ചുണ്ടുചുകന്ന ഭാര്യ വരുമ്പോൾ, ആരോഗ്യമുള്ള മക്കൾ കിട്ടുമ്പോൾ, വാപ്പയും ഉമ്മയും മറന്നു പോകുന്ന സമൂഹമേ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ വെല്ലുവിളിയുടെ സ്വരത്തോടുകൂടെ നമ്മോട് ചോദിക്കുന്നവര് ചോദ്യമുണ്ട്. അള്ളാഹു വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഫല്യൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ്, ഓ മനുഷ്യ, നിന്റെ പൂർവ്വകാലത്ത് നീ ഓർത്തിട്ടുണ്ടോ? ഇന്ന് നിനക്ക് 30 വയസ്സായി, പെങ്ങളെ നിനക്ക് 35 വയസ്സായി, ആരോഗ്യമുള്ള ഭർത്താവ്, മസിൽ പവറുള്ള, നല്ല നിലക്ക് കഴിവുള്ള, എല്ലാ നിലക്കും തൗഫീഖും റാഹത്തുമുള്ള ഒരു ഭർത്താവ് കിട്ടുമ്പോൾ മാതാപിതാക്കളെ മറന്നു പോകുന്നുണ്ടെങ്കിൽ നിന്റെ പൂർവ്വകാലത്തെക്കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? അള്ളാന്റെ ഖുർആൻ പറയുന്നു, ഖുലിഖ മിമ്മാഇൻ ദാഫിഖ്, നമ്മളെക്കുറിച്ച് പറയാണ്, നമ്മൾ ഒറ്റിപ്പിടിച്ച ഒരു ഇന്ദ്രത്തുള്ളിയായിരുന്നു. ഇന്നത്തെ ശാസ്ത്രലോകം പറയുകയാണ്, മാതാപിതാക്കളെ മനസ്സിലാക്കാൻ ഇത് മതി. ശാസ്ത്രലോകം പറയാണ്, നമ്മൾ ആരായിരുന്നു? മാതാപിതാക്കൾക്ക് സേവനം ചെയ്യണമെന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം അല്ലാഹുവിൻ്റെ ഖുർആൻ പറയാണ്, നിന്റെ ഉമ്മ ഗർഭം ചുമന്നതുകൊണ്ട് ആ ഗർഭം ചുമക്കുന്ന സമയത്ത് ഇന്നത്തെ ശാസ്ത്രലോകം പറയുകയാണ്, ഞാനും നിങ്ങളും ആരായിരുന്നു? പ്രിയപ്പെട്ട പിതാവും പ്രിയപ്പെട്ട ഉമ്മയും ഏതോ ഒരു നാട്ടുകാർ, അന്യരാണ്, പരസ്പരം പരിചയമില്ലാത്ത 2 ഇനപ്രാവുകൾ തമ്മിൽ ബന്ധപ്പെടുന്ന ആദ്യ രാത്രിയിൽ പിതാവിൻ്റെ മുതുവിൽ ഒറ്റിപ്പിടിച്ച 1 സ്പൂണ് ദ്രാവകം പ്രിയപ്പെട്ട ഉമ്മാൻ്റെ ഗർഭപാത്രത്തിലേക്ക് കടക്കുന്ന സമയം ഇന്നത്തെ ശാസ്ത്രലോകം പറയാണ്, 1 സ്പൂണ് ദ്രാവകത്തിൽ അന്നുണ്ടായിരുന്നത് 1 കോടി ജീവജാലങ്ങളാണ്. എന്നെപ്പോലൂത്ത, നിങ്ങളെപ്പോലൂത്ത, എന്നെപ്പോലൂത്ത 1 കോടി ജീവജാലങ്ങൾ, 1 കോടി കുഞ്ഞുങ്ങളെന്ന് പറയാം, ആ 1 കോടി കുഞ്ഞുങ്ങൾ അതിലുണ്ടായിരുന്നു. പക്ഷെ അള്ളാഹു തആല 99,99,099 അല്ലാഹ് നശിക്കാൻ വേണ്ടി പറഞ്ഞു, 1 മാത്രം ഉമ്മാൻ്റെ ഗർഭപാത്രത്തിലേക്ക് പോയി. സെൻറ്റിമീറ്ററുകൾ മാത്രം നീളമുള്ള ഉമ്മാൻ്റെ കൊച്ചുലോകമാകുന്ന ഗർഭാശയത്തിൻ്റെ അകത്തളത്ത് കടന്നു പോകുമ്പോൾ ഇന്ന് 65, 75, 80, 45, 52 കിലോയുള്ള നമ്മൾ ഒന്നുമായിരുന്നില്ല. ഇന്ന് നമുക്ക് സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്, അധികാരമുണ്ട്, പവറുണ്ട്, മസിൽ പവറുണ്ട്, ഈ രാജ്യത്തെ തന്നെ അടക്കി ഭരിക്കാനുള്ള കഴിവുണ്ട്, എല്ലാ നിലക്കുമുള്ള കോട്ടവും നേട്ടവുമൊക്കെ നമുക്കുണ്ട്. എന്നാൽ നിന്റെ ഒരു പൂർവ്വകാലം, ഇന്ന് നിനക്ക് 35 വയസ്സാണെങ്കിൽ ആ 35 വയസ്സിൻ്റെ മുമ്പുള്ള നിന്റെ പൂർവ്വകാലത്തെക്കുറിച്ച് ശാസ്ത്രലോകം പറയുകയാണ്, അന്ന് നീ ഒന്നുമല്ല, നിനക്കൊരു കഴിവുമില്ല, നീ അശക്തനാണ്. ഉമ്മാൻ്റെ ഗർഭപാത്രത്തിലേക്ക് 1 സെൻറ്റിമീറ്ററുകളോളം മാത്രം നീളമുള്ള ഗർഭപാത്രത്തിൻ്റെ അകത്തളത്തേക്ക് 1 സ്പൂണ് ദ്രാവകത്തിൽ നീ കടന്നു പോകുമ്പോൾ നിനക്കൊരു ഗ്രാമ് പോലും വിലയില്ല, നിനക്കൊരു ഗ്രാമിൻ്റെ ഭാരം പോലുമില്ല. എന്നിട്ടു ആ ഉമ്മാൻ്റെ കൊച്ചുലോകമാകുന്ന ഗർഭാശയത്തിൻ്റെ അകത്തളത്തേക്ക് നീ കടന്നുപോയി. പിന്നീടാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നത്, ആ ഗർഭപാത്രത്തിൻ്റെ അകത്തളത്തേക്ക് നീ 1 ഗ്രാം 1 മില്ലിഗ്രാം പോലുമില്ലാതെ കടന്നു പോയതിൻ്റെ ശേഷം
40 ദിവസം ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ സുമ്മ ഖലഖനൻ നുത്ഫത അലഖാ വഖലഖനൽ അലഖത മുദ്ഗാ വഖലഖനൽ മുദ്ഗത ഇളാമാ. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ആ ഒരു സ്പൂണ് ദ്രാവകം പിന്നെ രക്തക്കട്ടയായി. 40 ദിവസം കഴിയുമ്പോൾ അത് രക്തക്കട്ടയായി. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ അത് രക്തക്കട്ടയായി. പിന്നീട് 40 കഴിയുമ്പോൾ അത് മാംസക്കട്ടയായി. പിന്നീട് 40 ദിവസം കഴിയുമ്പോൾ അത് എല്ലുകളായി. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, 4 മാസം പിന്നിടുമ്പോൾ 120 ദിവസങ്ങൾ പിന്നിടുമ്പോൾ നീ ഒരു മനുഷ്യനായി. പിന്നെ സുമ്മ അൻശഅനാ ഖൽഖൻ ആഖർ, പിന്നെ നിന്നെ ഒരു മനുഷ്യരൂപമുണ്ടാക്കുകയാണ്. പിന്നെ നിന്നെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യരൂപമുണ്ടാക്കി. പിന്നെ ഒരു മലക്ക് വന്ന് റൂഹ് യൂതി. പറഞ്ഞു വരുന്നത്, നിന്റെ ഉമ്മ നിന്നെ ഗർഭം ധരിച്ച സമയം മുതൽക്ക് ആ ഉമ്മാക്ക് ഉറക്കുകളില്ലാത്ത രാത്രികളാണ്. ആ ഉമ്മ ഭക്ഷണം കടിച്ചാൽ ഛർദ്ദിക്കുന്നു. ഛർദ്ദിക്കുന്ന സമയത്ത് പോലും ഉമ്മാക്ക് വല്ലാത്തൊരു ഭയം, എൻ്റെ പൊന്നുമോനെ ഞാൻ ഛർദ്ദിച്ചു പോകുമോ എന്നുള്ള ഒരു പേടി. ആ ഉമ്മാൻ്റെ പള്ളയിൽ വല്ലാത്ത വിഷമവും വേദനയും രാത്രികളെ പകലുകളാക്കി ഗർഭം ചുമന്ന നിന്റെ പ്രിയപ്പെട്ട ഉമ്മ 2 ജീവനെ ഒന്നായി കാണുകയാണ്. 4 മാസം കഴിഞ്ഞാൽ ആ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിലാണ് നീ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ചത്. ആ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിലേക്കാണ് നീ ചതച്ചത്. ആ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിലേക്കാണ് നിന്റെ കാലുകൊണ്ട് നീ ഇടിച്ചത്. ആ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിലേക്കാണ് നിന്റെ എല്ലാ വേദനകളെയും കൊണ്ടിട്ടത്. എന്നാ പോലും ആ ഉമ്മാക്ക് ഒരു ഗുളിക കടിച്ചാൽ മതിയാകുമായിരുന്നു നിന്നെ കളയാൻ ഒരു ഗുളിക മതിയാകുമായിരുന്നു. പക്ഷേ ആ ഉമ്മ കളഞ്ഞില്ലല്ലോ. അല്ലാഹുവേ പടച്ചവനെ, ആ ഉമ്മ 2 ജീവനെ ഒന്നായി കണ്ട് പടച്ചവനേ, ആ ഉമ്മ നിന്നെ താലോലിക്കുകയാണ്. ഗർഭപാത്രത്തിൻ്റെ അകത്തളത്ത് നീ കൊടുത്ത എല്ലാ വേദനയും സഹിച്ചുകൊണ്ട് ആ ഉമ്മ, പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, നിന്നെ താലോലിച്ച് വളർത്തുകയാണ്. 1 മില്ലിഗ്രാം പോലും ഇല്ലാതെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൻ്റെ അകത്തളത്തേക്ക് കടന്നു പോയ നീയുണ്ടല്ലോ, പിന്നീട് 9 മാസം പിന്നിടുമ്പോൾ അല്ലാഹുവേ, ആ ഗർഭപാത്രത്തിൻ്റെ അകത്തളത്ത് 3 കിലോ ആവുകയാണ്, 3.5 കിലോ ആവുകയാണ്, ചിലപ്പോൾ 4 കിലോ ആവുകയാ. ആ ഉമ്മാന്റെ പ്രിയപ്പെട്ട കൊച്ചു രോഗമാകുന്ന ഗർഭാശയത്തിൻ്റെ ഉള്ളറയിൽ നീ വളരുകയാണ്. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, നിന്റെ ഉമ്മയെ മറക്കല്ലേ, നിന്റെ വാപ്പയെ മറക്കല്ലേ. നിന്റെ ഉമ്മ വേദനിക്കുമ്പോൾ, നിന്റെ ഉമ്മ സങ്കടപ്പെടുമ്പോൾ, നിന്റെ ഉമ്മ ഛർദ്ദിക്കുമ്പോൾ, നിന്റെ ഉമ്മ രാത്രികളെ പകലുകളാക്കി മാറ്റുമ്പോൾ അതിനൊരു കൂട്ടുകാരനായി, കൂട്ടാളിയായി, സ്വന്തം വേദനയെപ്പോലെ കണ്ട പ്രിയപ്പെട്ട ഉപ്പയും മറക്കല്ലേ. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുകയാണ്, മോനെ, നിന്റെ മാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്യണേ. ഒന്നാമത്തെ കാരണം ഉമ്മ ഗർഭം ചുമന്നത് കൊണ്ടാണെങ്കിൽ, രണ്ടാമത്തെ കാരണം വവളഅതുഹു കുർഹാ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നെ പ്രസവിക്കുമ്പോൾ ഒരുപാട് വേദനകളും പ്രയാസങ്ങളും വിഷമങ്ങളും സഹിച്ചുകൊണ്ടാണ് അവൾ പ്രസവിച്ചത്. അത് ചെറിയ വേദനയല്ല, താങ്ങാൻ കഴിയുന്ന വേദനയല്ല, താങ്ങാൻ കഴിയുന്നതിനപ്പുറമുള്ള വേദന. അതല്ലേ അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുന്നത്. മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ, മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ ഗർഭം ചുമന്നു. ഒരു പുരുഷ സമ്പർക്കമില്ലാതെ ഗർഭം ചുമന്ന ഒരു മഹദിയാണ് മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ. ആ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ ഗർഭം ചുമന്നു. മറിയം ബീബി റളിയല്ലാഹു തആല അൻഹയെ വീട്ടുകാർ പുറത്താക്കി. ഞാൻ ആ ഭാഗത്തിലേക്ക് കടക്കാൻ പോകുന്നില്ല. മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ ഗർഭം ചുമന്നുകൊണ്ട് അവസാനം പ്രസവ സമയമായി. ആ പ്രസവ സമയമായപ്പോൾ മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ ഒരു വാക്കുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട പ്രവാചകനാകുന്ന മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിക്കുന്ന നേരത്ത് മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, യാ ലൈതനീ മിത്തു ഖബല അൻ ഹാദാ വകുന്തു നസിയം മൻസിയാ. പടച്ചവനെ അല്ലാഹുവേ, ഈ പ്രസവവേദനയ്ക്ക് മുമ്പ് എന്നെ നീ മരിപ്പിക്കണേ അല്ലാ, പ്രസവവേദനയ്ക്ക് മുമ്പ് എന്നെ നീ കൊണ്ടുപോകണേ റബ്ബേ, എന്നെ നീ മരിപ്പിച്ച് കളയണേ അല്ലാ എന്ന് പറഞ്ഞതാരാണെന്നറിയോ?
മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ മനസ്സിലായല്ലോ, പ്രസവ വേദന അത് വല്ലാത്ത വേദനയാണ്. ആ പ്രസവ വേദനയെക്കുറിച്ച് ഇന്നത്തെ ശാസ്ത്രലോകം പറയാം. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അവന് സഹിക്കാൻ പറ്റുന്ന വേദനകളിൽ വെച്ച് പരമാവധി വേദന 22% എത്ര? 22% ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പരമാവധി അവന് സഹിക്കാൻ പറ്റും. അതിനേക്കാൾ അപ്പുറമായാൽ അവൻ മരിക്കും. എന്നാൽ ഒരു പെണ്ണ്, ഒരു ഉമ്മ പ്രസവിക്കുന്ന നേരത്തുള്ള വേദനയുണ്ടല്ലോ 53%. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. ചെറിയ ഒരു ദ്വാരത്തിലൂടെ 3.5 കിലോയുള്ള നമ്മെ ഇറക്കി വിടാൻ വേണ്ടി ആ ഉമ്മ സഹിച്ച വേദന അത് താങ്ങാവുന്നതിലപ്പുറമാണ്. അതുകൊണ്ടാണ് ഒരു മുസ്ലിമത്തായ പെണ്ണ് അവൾ പ്രസവ വേദനയിലൂടെ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയാൽ, ഒരു മുസ്ലിമത്തായ പെണ്ണ് ഈ ലോകത്തു നിന്ന് പ്രസവ വേദനയിലൂടെ വിട പറഞ്ഞു പോയാൽ, പ്രസവിക്കുന്ന സമയത്ത് അവൾ മരിച്ചു പോയാൽ, വഹിയ ഷഹീദത്തുൽ ആഖിറ, അവൾ ആഖിറത്തിന്റെ ഷഹീദാണ്. അവളെ ഖബറിൽ ശിക്ഷിക്കപ്പെടൂല്ല. അവളെ ഖബറിൽ ഒരിക്കലും ശിക്ഷിക്കപ്പെടൂല്ല. വലിയ പവറാണ് അവൾക്കുള്ളത്. ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയാം. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം. എന്തിനാണ്? അതിൽപ്പെട്ട ഒരു കാരണം, ഉമ്മു ഔലാദിഹ, അവൾക്ക് അവന് മക്കളെ കൊടുത്തത്, പ്രസവിക്കുന്ന നേരത്തുള്ള വേദന തിന്നത് അവൻ്റെ ഭാര്യയായതുകൊണ്ട് അവൻ അവിടെ നിന്ന് ഭാര്യയെ ബഹുമാനിക്കണമെന്ന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അത് വല്ലാത്ത ഒരു വേദനയാണ്. മരണവേദനയോട് തുല്യമാണ്. മരണത്തിൻ്റെ വേദനയേക്കാൾ അപ്പുറമുള്ള വേദനയാണ് പ്രസവ വേദന. ആ പ്രസവ വേദന നിൻ്റെ ഉമ്മ നിനക്ക് വേണ്ടി അനുഭവിച്ചത് കൊണ്ട് നീ ഒരിക്കലും നിൻ്റെ മാതാപിതാക്കളെ മറക്കാൻ പാടില്ല. അവർക്ക് സേവനം ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ പറയാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു സംഭവം പറയുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ മക്കയിലേക്ക് പരിശുദ്ധമായ ഹജ്ജിന് പോയി. ഹജ്ജിന് പോയപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു മനോഹരമായ സംഭവം കാണുകയാണ്. ഒരു പ്രിയപ്പെട്ട പൊന്നുമോൻ തൻ്റെ ഉമ്മയെ, വാർദ്ധക്യം പിടിച്ച തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ ചുമലിലിരുത്തി പരിശുദ്ധ കഅബാലയത്തിൻ്റെ മത്താഫിൽ വെച്ച് തവാഫ് ചെയ്യുകയാണ്. ആ കഅബാലയത്തിൻ്റെ മത്താഫിൽ വെച്ച് തവാഫ് ചെയ്യുന്ന സമയത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഇത് കണ്ടു. അങ്ങനെ കുറേ നേരം ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ വീക്ഷിച്ചിരുന്നു. ആ ചെറുപ്പക്കാരൻ്റെ ശ്രദ്ധയിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുത്ത് ഓടി വന്നുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പറയുന്നു, മഹാനായ തങ്ങളെ, എത്രയോ സമയമായി, എത്രയോ കാലമായി ഈ വിശുദ്ധ കഅബാലയത്തിൻ്റെ മത്താഫിൽ വെച്ച് ഞാൻ പ്രിയപ്പെട്ട എൻ്റെ ഉമ്മയും ചുമന്നുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തവാഫ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട തങ്ങളെ, ഞാൻ എൻ്റെ ഉമ്മയുടെ കടപ്പാടുകളെ വീട്ടിയവനാകുവോ തങ്ങളെ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടെ നിന്ന് ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്ന സമയം താമസം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി, മോനെ, നിൻ്റെ ഉമ്മാക്ക് സേവനം ചെയ്യുന്നത് പോട്ടെ, നിൻ്റെ ഉമ്മ പ്രസവിക്കുന്ന നേരത്ത് സഹിച്ച ആ മിനിറ്റുകൾക്കുള്ള വേദനക്ക് പോലും നീ കാലാകാലമായി പരിശുദ്ധ കഅബാലയത്തിൻ്റെ മത്താഫിൽ നിൻ്റെ ഉമ്മയെ ചുമന്ന് നടക്കുന്നുള്ള ഈ ഒരു കാര്യം അതിന് പകരമാവൂല്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു തആല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉമ്മ സഹിച്ച വേദന എന്തായിരിക്കും? സാധാരണക്കാരിയായ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഒരുപാട് വേദനകളെ തിന്ന് നമ്മളെ പ്രസവിച്ചു. 2 ജീവനെ ഒന്നായി കണ്ട് നമ്മളെ ഗർഭപാത്രത്തിൽ ചുമന്ന് നടന്ന് ആ പ്രിയപ്പെട്ട ഉമ്മ നമ്മെ അവിടെ നിന്ന് കൊണ്ടു നടന്ന് അവസാനം ചെറിയൊരു ദ്വാരത്തിലൂടെ മരണത്തിനേക്കാൾ അപ്പുറമുള്ള വേദന സഹിച്ചുകൊണ്ട് ആ ഉമ്മ നമ്മെ ഈ സുന്ദരമായ ലോകം കാണിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ ഭൗതിക ലോകത്ത് ഉമ്മയെ മറന്നവരെ, ഉമ്മയെ ധിക്കരിക്കുന്നവരെ, ഉമ്മാക്ക് കൂട്ടുകാരനായി പാതിരാത്രിയുടെ യാമത്തിൽ ചൂട്ട കത്തിച്ച് അന്യവൻ്റെ വീട്ടിലേക്ക് പോയി ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ പോയി ഈ സുന്ദരലോകം കാണാൻ ഉമ്മാക്ക് കൂട്ടുകാരനായി നിന്ന പ്രിയപ്പെട്ട വാപ്പയെ മറക്കുന്നവരെ, സുന്ദരിയായ ഭാര്യ കിട്ടുമ്പോൾ, ആരോഗ്യമുള്ള മക്കൾ കിട്ടുമ്പോൾ, അധികാരവും പണവും പ്രതാപവും പവറും കിട്ടുമ്പോൾ നീ മാതാപിതാക്കളെ മറക്കുന്നുണ്ടെങ്കിൽ
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിന്റെ മാതാപിതാക്കൾ ആരാണെന്നറിയോ? നിന്റെ മാതാപിതാക്കളെ കുറിച്ച് ഒരൊറ്റ കാര്യം ഹബീബായ പ്രവാചകൻ ഒരു ഹദീസിലൂടെ പറയുകയാണ്, ഹുമാ ജന്നതുകാ ഹുമാ നാറുകാ. നിന്റെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അവർ നിന്റെ സ്വർഗമാണ്, അവർ നിന്റെ സ്വർഗമാണ്. ആ മാതാപിതാക്കളെ കൊണ്ട് നിനക്ക് ഭൗതിക ലോകത്ത് തന്നെ അള്ളാന്റെ സ്വർഗം വായിക്കാൻ കഴിയും. ആരാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വർഗം തേടി ഓടി നടക്കുന്നവരെ? എവിടെയാടാ സ്വർഗം? അള്ളാഹുവിൻ്റെ സ്വർഗം എന്നുള്ളത് എവിടെയുമല്ല, നിന്റെ വീട്ടിൽ കഴിയുന്ന നിന്റെ മാതാപിതാക്കളാണ് നിന്റെ സ്വർഗം. ഹബീബായ റസൂലുള്ള പറയുന്നു, ഹുമാനാറുഖാ, അവരെണ്ടാളും നിന്റെ നരകവുമാണ്. അവർ നിന്റെ നരകമാണ്, അവർ നിന്റെ സ്വർഗമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, റിളർ റബ്ബി റിളൽ വാലിദീൻ വസുഹുത്തുർ റബ്ബി സുഹുത്തുൽ വാലിദീൻ. ഒരുപാട് കാലമായില്ലേ അള്ളാഹുവിന് വേണ്ടി നമ്മൾ നിസ്കരിക്കുന്നത്, അള്ളാഹുവിന് വേണ്ടി ഖുർആൻ ഓതുന്നത്, അള്ളാഹുവിന് വേണ്ടി ഒരുപാട് ആരാധനകൾ ചെയ്യുന്നത്. നമ്മുടെ ആരാധനകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിച്ചിട്ടുണ്ടോ? അവൻ പൊരുത്തപ്പെട്ടിട്ടുണ്ടോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ആരാധനകളെ, നമ്മൾ ചെയ്യുന്ന ആരാധനകളെ മുഴുവനും അവൻ ഏറ്റെടുത്തിട്ടുണ്ടോ എന്നറിയാൻ, അള്ളാഹിൻ്റെ പൊരുത്തം നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നറിയാൻ നമ്മളെ കൊണ്ട് കഴിയണം. ആ കഴിയണമെങ്കിൽ എവിടെയും പോണ്ട, നിന്റെ വീട്ടിലേക്ക് പോ. എന്നിട്ടോ വൃദ്ധയായി കഴിയുന്ന നിന്റെ ഉമ്മ, നിന്റെ പ്രിയപ്പെട്ട വാപ്പ, ആ മാതാപിതാക്കൾക്ക് നിന്നോട് പൊരുത്തമുണ്ടെങ്കിൽ അത് അള്ളാഹിൻ്റെ പൊരുത്തമാണ്. അവരെണ്ടാളുടെയും പൊരുത്തം നിനക്കുണ്ട്, അവരെണ്ടാളുടെയും സന്തോഷവും അവരുടെ രണ്ടാളുടെയും ദുആ നിനക്കുണ്ട്, അത് അള്ളാഹിൻ്റെ പൊരുത്താണ്. വസുഹുത്തുർ റബ്ബി സുഹുത്തുൽ വാലിദൈൻ, മാതാപിതാക്കളുടെ കോപം, മാതാപിതാക്കളുടെ കോപം അത് അള്ളാഹുവിൻ്റെ കോപമാണ്. മാതാപിതാക്കളുടെ ശാപം അത് അള്ളാഹുവിൻ്റെ ശാപമാണ്. ആ ശാപം ഒരാൾ ഏറ്റുവാങ്ങിയാൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുല്ലു ദുനൂബി യുഅഖിറുല്ലാഹു മിന്നാ മാശാ ഇലാ യൗമിൽ ഖിയാമ. അള്ളാഹു ഏത് പാപങ്ങളെയും, ഭൗതിക ലോകത്തൊരു മനുഷ്യൻ എത്ര വലിയ തെറ്റുകുറ്റങ്ങളും വേണ്ടാധീനങ്ങളും അനാചാര അനാശാസ്ത്ര പ്രവണതകൾ ചെയ്താൽ പോലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു പക്ഷേ അതിൻ്റെ ശിക്ഷകളെയൊക്കെ ആഖിറത്തിലേക്ക് വിന്യസിക്കാം. ഒരുപക്ഷെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിൻ്റെ ശിക്ഷകളെയും അതിന് നിനക്ക് തരാനുള്ള എല്ലാ പ്രതിവിധികളെയും ആഖിറത്തിലേക്ക് ബന്ധിച്ചേക്കാം. കള്ളു കുടിച്ചാലും പെണ്ണ് പിടിച്ചാലും വ്യഭിചരിച്ചാലും നിസ്കാരം ഒഴിവാക്കിയാലും ഒരു പക്ഷേ ആഖിറത്തിൽ അതിൻ്റെ ശിക്ഷകൾ ദുനിയാവിൽ തരാതെ ആഖിറത്തിലേക്ക് ബന്ധിച്ചേക്കാം. ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ, പക്ഷേ മാതാപിതാക്കളെ നീ വേദനിപ്പിച്ചാൽ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയും നിന്റെ പ്രിയപ്പെട്ട വാപ്പയും നീ എങ്ങാനും വേദനിപ്പിച്ചാൽ, ഫഇന്നല്ലാഹ യുഅജ്ജിലുഹു ലിസ്വാഹിബിഹി ഫിൽ ഹയാത്തി ഖബലൽ മമാത്ത്, മരിക്കുന്നതിൻ്റെ മുമ്പ് ജീവിതത്തിൽ തന്നെ നീ അനുഭവിക്കേണ്ടി വരുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ദുനിയാവിൽ ഒരു മാതാപിതാക്കളെ ഒരാൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ദുനിയാവിൽ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ആഖിറത്തിലെ ദുനിയാവിൽ അതിനെ നീ അനുഭവിച്ചിട്ടേ മരിക്കുള്ളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ഹബീബായ പ്രവാചകൻ പറയാം, മഹാനായ മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞ ഒരു വാക്കുണ്ട്, അത് ഉസ്താദെ എങ്ങനെയാണ് ദുനിയാവിൽ തന്നെ അനുഭവിക്കുക എന്ന് ചില ആളുകൾക്ക് സംശയമുണ്ടാവും. ദുനിയാവിൽ തന്നെ എങ്ങനെയാണ് അനുഭവിക്കുക എന്നുള്ളതിൽ ചില ആളുകൾക്ക് സംശയമുണ്ടാവും. അപ്പോഴാണ് മഹാനായ മൂസാ നബിയോട് അല്ലാഹു പറയുന്നത്, മൂസാ യാ മൂസാ വക്കിർ വാലിദൈക്, ഓ മൂസാ നിന്റെ മാതാപിതാക്കളെ നീ ആദരിക്കണം, നിന്റെ മാതാപിതാക്കളെ നീ ബഹുമാനിക്കണം, നിന്റെ മാതാപിതാക്കൾക്ക് സേവനം ചെയ്യണം, നിന്റെ മാതാപിതാക്കളുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണം. ഫൈന്നമൻ വഖറ വാലിദി മദത്തു ഫീ ഉംരി, ആരെങ്കിലും ഒരാൾ അവൻ്റെ മാതാപിതാക്കളെ ആദരിച്ചാൽ, അവൻ്റെ മാതാപിതാക്കളെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആയുസ്സിൽ ഞാൻ നീട്ടിക്കൊടുക്കും, അവൻ്റെ ആയുസ് ഞാൻ വർദ്ധിപ്പിക്കും, അവൻ്റെ ആയുസ് ഞാൻ ഏറ്റിക്കൊടുക്കുമെന്ന് അല്ലാഹു മൂസാ നബിയോട് പറയാം.
മാത്രമല്ല വഹബതു ലഹു വലദൻ യബിറു, അവന് സേവനം ചെയ്യുന്ന, നിന്റെ മാതാവിന് എങ്ങനെയാണോ നീ സേവനം ചെയ്യുന്നത് അതിനേക്കാൾ ഇരട്ടി മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, അവർക്ക് ഗുണം ചെയ്യുന്ന നല്ല സന്തതികളെ അവന് ഞാൻ സമ്മാനിക്കും. അവൻ്റെ മക്കൾ ഭാവിയിൽ ഈ മാതാപിതാക്കൾക്ക് ചെയ്ത സേവനം പോലെ ഇവന് ചെയ്യും. അതുപോലെ മൂസാ നബിയോട് അല്ലാഹു തആല മറ്റൊരു സ്ഥലത്ത് പറയാം, യാ മൂസ മൻ നഖ്ഖ വാലിദി, ആരെങ്കിലും ഒരാൾ അവൻ്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ ഖസുർതു ഫി ഉംരി, അവൻ്റെ ആയുസ്സിൽ ഞാൻ ചുരുക്കും, അവൻ്റെ ആയുസ് ഞാൻ കുറച്ചു കളയും. വഹബതു ലഹു വലദൻ യഉഖു, അവനെ വേദനിപ്പിക്കുന്ന മോനെ ഞാൻ അവന് നൽകി, അവൻ്റെ ദുനിയാവും ആഖിറവും ഞാൻ നഷ്ടപ്പെടുത്തുമെന്ന് അല്ലാഹു തആല മൂസാ നബിയോട് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കണ്ണുനീര് തുള്ളിക്ക് നമ്മൾ കാരണക്കാരായി പോയാൽ, അവരെ വേദനിപ്പിച്ചു പോയാൽ, അവരെ വിഷമിപ്പിച്ചു പോയാൽ, അവരെ ദുഃഖിപ്പിച്ചു പോയാൽ, അവരെ സങ്കടപ്പെടുത്തി പോയാൽ നമ്മുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടാനുള്ള കാരണമാവും. അവരാണ് നമ്മുടെ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും അതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, വേദനിപ്പിക്കല്ലേ, മാതാപിതാക്കളെ സങ്കടപ്പെടുത്തല്ലേ. എങ്ങനെയാണ് മാതാപിതാക്കളെ വേദനിപ്പിക്കുക എന്നുള്ളതറിയുക. അള്ളാഹുവിൻ്റെ മഹാന്മാർ പറയുകയാണ്, 10 കാര്യങ്ങളെ കൊണ്ട് മാതാപിതാക്കളെ ഒരു മനുഷ്യൻ വേദനിപ്പിച്ചവനായി. 10 കാര്യങ്ങൾ ഒരു മാതാവിന് ഒരാൾ ചെയ്തിട്ടുണ്ടോ, ഒരു പിതാവിന് ഒരാൾ ചെയ്തിട്ടുണ്ടോ? ഈ പറയുന്ന 10 കാര്യങ്ങൾ ഏതെങ്കിലും ഒരിക്കൽ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മാതാപിതാക്കളുടെ കാല് പിടിച്ച് പൊരുത്തം ചോദിക്കാതെ, അവരുടെ മനസ്സിൻ്റെ വേദനയ്ക്ക് നീ കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കാതെ നീ നിസ്കാരവും നിന്റെ ഖുർആനും നിന്റെ സ്വതക്കയും നിന്റെ ഒരു ഇബാദത്തും അല്ലാഹുവിന് സ്വീകാര്യമല്ല, നീ നരകത്തിലേക്കാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഏതാ 10 കാര്യങ്ങൾ? ചുരുക്കി പറയട്ടെ. ഒന്നാമതായി ബുകാഉൽ വാലിദൈനി വ തഹ്സീനുഹുമാ, മാതാപിതാക്കളെ വേദനിപ്പിക്കുക, മാതാപിതാക്കളെ വിഷമിപ്പിക്കുക, മാതാപിതാക്കളെ കരയിപ്പിക്കുക എന്നുള്ളത് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നതിൽപ്പെട്ടതാണ്. രണ്ടാമതായി നഹ്റുഹുമാ വ സജ്റുഹുമാ ബിറഫ്ഇസ് സൗതി വൽ ഇഗ്ലാം, വലിയ കടുപ്പപ്പെട്ട ശബ്ദത്തോടുകൂടെ, നല്ല ഉറക്കന ഒച്ചത്തോടുകൂടെ മാതാപിതാക്കളെ വിരമ്പി വിലങ്ങുക, അവരെല്ലാളെയും പേടിപ്പിക്കുക, അവരോട് ഗൗരവമുള്ള സംസാരം സംസാരിക്കുക. ഇത് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നതിൽപ്പെട്ടതാണ്. മൂന്നാമതായി അത്തഅഫ്ഫുഫു വത്തഹജ്ജുറു മിൻ അംരിഹിമ, മാതാപിതാക്കളുടെ കാര്യത്തിൽ ഒരു മടുപ്പ്, ഒരു അലസത, അവരെന്തെങ്കിലും പറഞ്ഞാൽ ഒരു മരുന്ന് വാങ്ങിക്കൊണ്ടുവരാൻ, ഗുളിക വാങ്ങിക്കൊണ്ടുവരാൻ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അവരോട് ഒരു മടുപ്പ് തോന്നുക. റബ്ബേ, ഇതെപ്പോഴാണ് തീർന്നു കിട്ടുക എന്നുള്ള ഒരു ചിന്ത, ഇത് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നതിൽപ്പെട്ടതാണ്. അബൂസു അൽ ജബീനു അമാമഹുമ, അവ മാതാപിതാക്കളുടെ മുമ്പശത്ത് വെച്ച് അവർക്ക് ഇഷ്ടമില്ലാത്ത മുഖം ചുളിച്ച് അവരെ ഒരു നിസ്സാരപ്പെടുത്തി ഇൻസൾട്ട് ചെയ്യുക, അതും വേദനിപ്പിക്കുന്നതിൽപ്പെട്ടതാണ്. അന്നദുറു ഇലൈഹിമാ സജറ, മാത്രമല്ല മാതാപിതാക്കളിലേക്ക് ഒരു ക്രൂരമായ നോട്ടം, ഒരു ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള നോട്ടം, അതും മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നതിൽപ്പെട്ടതാണ്. ആറാമതായി പറയുകയാണ് അൽഅംറു ഇലൈഹിമാ കമാ യഅ്മുറു ബികൻസിലിൽ മനാസിലി വ ഗസ്ലി സിയാബി വ ഇഅദാദി ത്വാം, മാതാപിതാക്കളോട് കൽപ്പിക്കുക. എന്ത്? വീടടിച്ച് വാരൽ കൊണ്ട്, വസ്ത്രമലക്കൽ കൊണ്ട്, ഭക്ഷണം ഉണ്ടാക്കൽ കൊണ്ട്, സദ്യ ഉണ്ടാക്കൽ കൊണ്ടൊക്കെ മാതാപിതാക്കളോട് കൽപ്പിക്കുക. അത് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നതിൽപ്പെട്ടതാണ്. വന്തികാതു ത്വാമില്ലദീ തഉദ്ദുഹുൽ വാലിദ, സ്വന്തം ഉമ്മ ഉണ്ടാക്കിയ ഭക്ഷണത്തെ ആക്ഷേപിക്കുക, ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണത്തെ നല്ല അഭിമാനത്തോടു കൂടെ വാഴ്ത്തി പറഞ്ഞ് സ്വന്തം ഉമ്മ ഉണ്ടാക്കിയ ഭക്ഷണത്തെ കുറ്റപ്പെടുത്തുക, അത് വേദനിപ്പിക്കുന്നതിൽപ്പെട്ടതാണ്. എട്ടാമതായി പറയുകയാണ് തറുക്കുൽ മുസാഅദത്തി ഫി അമലിൽ മൻസിൽ, വീട് ജോലികളിൽ മാതാപിതാക്കളെ സഹായിക്കുന്നതിൽ അലസത കാണിക്കുക, അതിനെ നിരസിക്കുക, അവരെ സഹായിക്കാതിരിക്കുക, സഹായം ഉപേക്ഷിക്കുക എന്നുള്ളത്. മാതാവ് ജോലി ചെയ്യുമ്പോൾ, വീട്ടുജോലി ഉമ്മ ചെയ്യുമ്പോൾ, വാപ്പ ചെയ്യുമ്പോൾ അവർക്ക് സഹായിക്കാതെ അതിൽ നിന്ന് മാറി നിൽക്കുക, അത് വേദനിപ്പിക്കുന്നതിൽപ്പെട്ടതാണ്. ഒമ്പതാമതായി ഖില്ലത്തുൽ ഇഅ്തിദാദി ബിറഅയിഹിമ, മാതാപിതാക്കളുടെ അഭിപ്രായത്തിന് പരിഗണന നൽകാതിരിക്കുക,
അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക. 10-ാമതായി പറയുകയാണ് തർക്കുൽ ഇസ്തിദാനി ഹീന ദുഖൂലിഹ, ഏതുവരെ നിൻ്റെ വീട്ടിലേക്ക്, നിൻ്റെ സ്വന്തം വീടാണ്, മാതാപിതാക്കളുള്ള സമയത്ത് അവ രണ്ടാളോടും സമ്മതം തേടാതെ വീട്ടിലേക്ക് പ്രവേശിക്കുക, സമ്മതം ചോദിക്കാതെ വരിക എന്നുള്ളത് പോലും മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നതിൽപ്പെട്ടതാണ്. ഏതുവരെ? അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു ഫലാ തഖുല്ലഹുമാ ഉഫ്, അവ രണ്ടാളോടും ഛ എന്ന ഒരു വാക്ക് പോലും പറയണ്ട. അത് നിന്റെ നരകത്തിനുള്ള കാരണമായി മാറും. അള്ളാഹുവിൻ്റെ സ്വർഗം നിനക്ക് നഷ്ടപ്പെടാനുള്ള കാരണമായി മാറും. നീ എന്ത് ചെയ്താലും മാതാപിതാക്കളെ മറന്നു, മാതാപിതാക്കളെ നിരസിച്ച് ഒരു പ്രവർത്തനം നിൻ്റെ ജീവിതത്തിലുണ്ടായാൽ അത് നിൻ്റെ നരകത്തിലേക്കുള്ള മാർഗരേഖയാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഗൗരവത്തോടുകൂടെ കാര്യങ്ങൾ മുഖവിലക്കെടുത്തുകൊണ്ട് മാതാപിതാക്കളുടെ സേവനം ജീവിതം മുഴുവനും കൈമുതലാക്കി അവരുടെ പ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളാൻ, അവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ, അവരുടെ പൊരുത്തം പിടിച്ചു വാങ്ങാനുള്ള പരിശ്രമം ഇനിയുള്ള ജീവിതത്തിൽ, ഇനിയുള്ള കാലയളവിൽ നമ്മുടെ ജീവിതം അങ്ങനെയായി മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ ഖൈറിൻ്റെ അഹ്ലിക്കാരിൽ പെടുത്തട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. ദുആ വസിയത്തോടുകൂടെ വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.